സർ നമസ്കാരം. സർ നമസ്കാരം. ട്രംപ് നമസ്കാരം. സർ ട്രംപ് വീണ്ടും ഒരു പ്രസ്താവനയുമായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധം അത് അവസാനിപ്പിക്കുന്നു, താൻ ഇടപെട്ടിട്ട് അവസാനിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ട്രംപ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത്? ഞാൻ വിചാരിക്കുന്നത് ട്രംപ് ഒരു പുതിയ പുലിവാൽ പിടിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഭരണഘടന അനുസരിച്ച് യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ, മറ്റൊരു രാജ്യത്തിനെതിരായിട്ട് ആക്രമണം നടത്തണമെങ്കിൽ പ്രസിഡന്റിന് സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. അതാണ് അമേരിക്കൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ സെക്ഷൻ 8(2) പറയുന്നത്. മറ്റൊരു രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ, യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ US കോൺഗ്രസിന്റെ അനുമതി ട്രംപ് നേടേണ്ടതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതിനുള്ള ഒരു ശ്രമവും ട്രംപ് നടത്തിയില്ല എന്നത് നമുക്കറിയാം. 2 ആഴ്ചക്കുള്ളിൽ ഇറാനെ ആക്രമിക്കും എന്നൊക്കെ വീരവാദം മുഴക്കിയിട്ട് മിണ്ടാതിരുന്ന ട്രംപ് പിന്നീട് ടെഹ്റാനിലുള്ള ഇറാനിലുള്ള ചില ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു. അതിന് നമ്മൾ കണ്ടു, ബങ്കർ ബോംബ്സ് ആണ് ഉപയോഗിച്ചത്. ഏതാണ്ട് 30,000 ടൺ ബങ്കർ ബോംബ്സ് ഉപയോഗിച്ചു എന്നതാണ് പുറത്തു വരുന്ന കണക്കുകൾ. ഇപ്പൊ യഥാർത്ഥത്തിൽ ട്രംപ് അമേരിക്കയിൽ ചെയ്തത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് എന്നുള്ള അഭിപ്രായം പരസ്യമായിട്ട് അവിടെ ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തുള്ളവർ മാത്രമല്ല, ട്രംപിന്റെ പാർട്ടിയിലുള്ളവരും ഈ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് ഉറക്കം വിളിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അപ്പൊ അമേരിക്കയുടെ ഒരു 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 ഭരണഘടനയോടുള്ള പ്രതിബദ്ധത നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമായിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ രാഷ്ട്രപതിക്ക് കഴിയില്ല, പ്രസിഡന്റിന് കഴിയില്ല. മുൻകാലങ്ങളിലും അമേരിക്ക പലപ്പോഴും യുദ്ധങ്ങൾക്ക് മുതിർന്നിട്ടുണ്ട്. നമ്മുടെ ചരിത്രം അതാണ്. വിയറ്റ്നാമില് 1950-70 കാലഘട്ടത്തില് വിയറ്റ്നാമില് നടന്ന യുദ്ധം, കൊറിയക്കെതിരായിട്ട് നടത്തിയ യുദ്ധം 1950കളിൽ തന്നെയാണ്. പിന്നീട് ഗൾഫ് വാർ 1990കളില്, അഫ്ഗാനിസ്ഥാനെതിരായ യുദ്ധം 2002, ഗൾഫ് വാർ, അതുപോലെ ഇറാഖിനെതിരായ യുദ്ധം, ഇതിനൊക്കെ അമേരിക്ക തയ്യാറായപ്പോൾ US കോൺഗ്രസിന്റെ അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മുൻപ് രാഷ്ട്രപതിമാര് അതിനൊക്കെ തയ്യാറായപ്പോൾ എന്തുകൊണ്ട് ട്രംപ് അതിൽ നിന്ന് ഒളിച്ചോടി? ഇത് US പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ തക്കവണ്ണമുള്ള കുറ്റമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ടവർ പോലും പറയുന്നത്. അതുകൊണ്ട് ട്രംപിനെതിരായിട്ടുള്ള ഈ അമേരിക്കയിലുള്ള വികാരം ചെറുതല്ല. മാത്രമല്ല, യുദ്ധത്തിന് അനുകൂലമായ ഒരു മാനസികാവസ്ഥയല്ല കുറെ നാളുകളായിട്ട് അമേരിക്കയിൽ ഉള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി ഒരാളോടും യുദ്ധമില്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള US സൈന്യത്തെയും യുദ്ധക്കപ്പലുകളെയും ഒക്കെ പിൻവലിക്കും എന്ന് വരെ പ്രഖ്യാപിച്ച ആളാണ് ട്രംപ്. അതിനുശേഷം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചു. ആ യുദ്ധം ഞാൻ ഉടനെ തീർക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അമേരിക്കയിലുള്ള ഒരു ജനങ്ങളുടെ മൂഡ് അതാണ് എന്ന്. ഇന്ത്യ പാക് ഈ അടുത്ത കാലത്തുണ്ടായ സംഘർഷം, ഓപ്പറേഷൻ സിന്ദൂർ, ആ സമയത്തും ട്രംപ് ആവശ്യമില്ലാതെ വലിഞ്ഞു കയറി നടത്തിയ പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നത്. ഇതിനൊക്കെ ഒരു കാരണം യുദ്ധവിരുദ്ധ മനോഭാവം അമേരിക്കയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു എന്നതാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തില് ട്രംപിന് പലതും ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു. ശരിയാണ്, ഇന്ത്യയിലെ പോലെ രാഷ്ട്രപതി അമേരിക്കൻ പ്രസിഡന്റും പട്ടാള മേധാവിയാണ്, അവിടെ പട്ടാളത്തിന്റെ തലവനാണ്. പക്ഷെ യുദ്ധം ചെയ്യാൻ അധികാരമില്ല. യുദ്ധം ചെയ്യണമെങ്കിൽ കോൺഗ്രസിന്റെ അനുമതി വേണം, US കോൺഗ്രസിന്റെ പെർമിഷൻ വേണം. അതെടുക്കാതെയാണ് ഇത്തവണ ഇറാനിലേക്ക് പട്ടാളത്തെ അയച്ചത്. ബോംബിങ്ങിന് ട്രംപ് തയ്യാറായത്. അത് ട്രംപിനെ ചെറുതായിട്ടൊന്നുമല്ല അലട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിന് കുറെ നാളത്തെ പഴക്കമുണ്ട്. അതിലേക്ക് വഴിവെച്ചത് നമുക്കറിയാം.
ഇറാൻ നടത്തിയ ഒരു ഭീഷണി തന്നെയാണ്. ഞങ്ങൾ ആണവ ബോംബ് ഉണ്ടാക്കുന്നു, അത് ഏതാനും ദിവസങ്ങൾക്കകം അത് പൂർണ്ണ രൂപത്തിലെത്തും, വന്നാൽ ഞങ്ങൾ ഇത് ആദ്യം ലക്ഷ്യമിടാൻ പോണ ഇസ്രായേലിനെയാണ്. അപ്പോ ഇസ്രായേലിന് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു, പ്രതിരോധിക്കുക മാത്രമായിരുന്നു അവരുടെ മുമ്പിലുള്ള പോംവഴി. അപ്പോൾ തന്നെ ഇസ്രായേല് നമുക്കറിയാം ഗാസയിൽ വലിയ ആക്രമണം നടത്തുക, കാരണം ഹമാസ് ഭീകരന്മാർ ഇസ്രായേലിൽ ചെന്നിട്ട് കൂട്ടക്കൊല നടത്തുന്നതിനുള്ള പ്രതികാരം എന്ന നിലയ്ക്ക് ഗാസയിൽ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പൊ ഗാസയെ ഏതാണ്ട് ഇല്ലാതാക്കി നിലനിൽക്കുന്ന സമയത്താണ് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഇത്തരം ഒരു വെല്ലുവിളി വരുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിന് മറ്റു പോംവഴികളൊന്നും ഇല്ലായിരുന്നു ഈ നിലയ്ക്ക് ഇറാനെ ആക്രമിക്കുക അല്ലാതെ. പക്ഷെ അവിടെ അമേരിക്കയ്ക്ക് എന്തായിരുന്നു താല്പര്യം? അമേരിക്ക എന്തിനാ അതിൽ ഇടപെട്ടു? ലോക പോലീസ് ചമയാനുള്ള അമേരിക്കയുടെ പല ശ്രമങ്ങളും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇറാനിലെ ആണവ ഭീഷണി ഉയർത്തിക്കാട്ടി UN പോയതും UN നേതൃത്വത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചതും ഒക്കെ ചരിത്രമാണ്. പക്ഷെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷവും ഇസ്രായേലിനെ കൂടെ നിന്നുകൊണ്ട് ഇറാനിൽ മറ്റൊരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറായത് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ ഘടകവിരുദ്ധമായ സമീപനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ചിത്രം, ഈ വേളയിലൊക്കെ എല്ലാവർക്കും സ്വീകാര്യനായിട്ട് നിന്നത് ഇന്ത്യയുടെ നരേന്ദ്രമോദിയാണ്. ഇസ്രായേലിലെ പ്രധാനമന്ത്രിയുമായിട്ട് നെതന്യാഹുവുമായിട്ട് മോഡി സംസാരിച്ചിരുന്നു, യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തണം എന്ന്. ഇറാൻ പ്രസിഡന്റുമായിട്ടും മോഡി സംസാരിച്ചു. അതിനെ തുടർന്നാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഇറാനിൽ, ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ. അവർക്ക് അവരുടെ ജീവിതം തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. മരണത്തെ മുന്നിൽ കാണുന്ന ഒരു അവസ്ഥ അവർക്കുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധു കൊണ്ടുവന്നത്. നമുക്ക് വേണ്ടിയിട്ട് വ്യോമ മാർഗങ്ങൾ തുറന്നിട്ട് തന്നു. ഇറാനിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോ സമാധാനത്തിന്റെ പാതയിലൂടെ ഈ സംഘർഷ വേളയിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചത് നരേന്ദ്രമോദിയാണ്. തീർച്ചയായിട്ടും നെതന്യാഹുവുമായിട്ടും ഇറാൻ പ്രസിഡന്റുമായിട്ടും മോഡി സംസാരിക്കുന്ന വേളയിൽ എനിക്കൊരു സംശയമില്ല, യുദ്ധമല്ല പരിഹാരം, ചർച്ചയാണ്, സമാധാനമാണ് പരിഹാരം എന്ന് മോഡി ഉപദേശിച്ചിട്ടുണ്ടാകും. വേറൊരു കാര്യം കൂടി ഇപ്പോൾ ട്രംപിനെ പ്രേരിപ്പിച്ച കാര്യം ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാ. ഇന്നലെ ഇറാൻ ഈ ഖത്തറിലും കുവൈറ്റിലുമുള്ള US സൈനിക താവളങ്ങളിലേക്ക് വിമാനങ്ങൾ അയച്ചിരുന്നു, റോക്കറ്റുകൾ അയച്ചിരുന്നു. അപ്പോ തീർച്ചയായിട്ടും അതും സംശയമില്ല ഈ അമേരിക്കയെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഈ ഖത്തറും കുവൈറ്റും ഒക്കെ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. അവിടെ അമേരിക്കയ്ക്ക് സൈനിക താവളം അനുവദിച്ചത് ഒരു ഔദാര്യമാണ്. അതിന്റെ പേരിൽ അവര് ഇറാന്റെ ആക്രമണം നേരിടുന്നു എന്ന് വന്നാൽ അവര് വിഷമത്തിലാകുമല്ലോ. അവര് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്ക ചെയ്തത് മര്യാദയല്ല എന്ന് അവർക്ക് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അപ്പോ ലോക ഭൂപടത്തില് അമേരിക്ക ഈ ഇറാന്റെ ആക്രമണം അമേരിക്കയ്ക്ക് ഗുണമല്ല ചെയ്തിട്ടുണ്ടാവുക, പല വിധത്തിലും അവർക്ക് ദോഷമാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇറാന്റെ ആണവ ശേഷി തകർത്തു എന്നൊക്കെ പറയുന്ന സമയത്തും അതിനപ്പുറത്തേക്ക് പലതും അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാൻ ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.